ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമുക്ക് ഏറ്റവും മികച്ച ഒരു അതിഥിയെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ESPN ക്രിക്കിൻഫോയുടെ അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്ന വിസ്റ്റൺ ഇന്ത്യയുടെ ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന വിസ്റ്റൺ ഇന്ത്യയുടെ ഹെഡായിരുന്ന ദിലീപ് പ്രേമചന്ദ്രൻ ഇന്ന് നമ്മോടൊപ്പം കുറച്ച് ക്രിക്കറ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അതിൽ നമുക്ക് ഏറ്റവും ആദ്യം ചോദിക്കാനുള്ളത് നമ്മുടെ മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ നിരന്തരമായിട്ട് സഞ്ജു സാംസണിക്കെതിരെ അവഗണനക്കെതിരെ ഇപ്പം ഞങ്ങൾ തന്നെ ഇവിടെ എത്രയോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതേ ടോപ്പിക്കിൽ തന്നെ. അപ്പോൾ വീണ്ടും ഇന്നലെ ടീം പ്രഖ്യാപിച്ചപ്പോൾ ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഏകദിന ടീമിൽ നിന്നും സഞ്ജുവിനെ മാറ്റിയിരിക്കുന്നു. അതിൽ ഏറ്റവും ഒരു നിരാശ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയൊരു താരമാണ് എന്നാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത് സഞ്ജു? എനിക്കത് തീരെ മനസ്സിലാവാത്തൊരു സെലക്ഷൻ. എന്താ വെച്ചാൽ ശരിക്കും T20 ടീമിൽ സഞ്ജു ഉണ്ടാവാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. ഇതുവരെയുള്ള റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ നല്ല ടീമിനെതിരെയും സഞ്ജു സ്കോർ ചെയ്തിട്ടില്ല T20. അതും കുറച്ച് കളി കളിച്ചിട്ടുമുണ്ട്. നേരെ തിരിച്ച് ODI എടുത്തു കഴിഞ്ഞാൽ ആകെ 3 കൊല്ലത്തിൽ 14 തവണയാണ് ബാറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 56 ആവറേജും 100 സ്ട്രൈക്ക് റേറ്റുള്ള ഒരാളെ എങ്ങനെ ഡ്രോപ്പ് ചെയ്യണം? അതിന് കാരണം ബാക്കി ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്താ വെച്ചാൽ പൊതുവെ ഒരു ടീം ഒരു ലോകകപ്പ് കഴിഞ്ഞാൽ പിന്നെ 2023 ഫൈനലിൽ തോറ്റു, അത് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ടീമുകളും അടുത്ത ലോകകപ്പിന് വേണ്ടി പ്ലാൻ ചെയ്യാന്നാണ്. അതൊരു സ്റ്റെപ്പായിട്ട് ചെറുപ്പക്കാരെ കൊണ്ടുവരും. അതിൽ കുറച്ച് പേരെ ട്രൈ ചെയ്ത് ആരാ ശരിയാവുമെന്നൊക്കെ നോക്കി ഒരു 12-18 മാസം മുമ്പ് ആ 11 സെറ്റാവും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇപ്രാവശ്യം എന്താ പറ്റിയിട്ടുള്ളത് വെച്ചാൽ ഇപ്പോൾ പാകിസ്ഥാനിലൊരു ചാമ്പ്യൻസ് ട്രോഫി നടക്കാറുണ്ട് 2025 ഫെബ്രുവരിയിൽ. അപ്പോൾ അധികം കാലമില്ല. അപ്പോൾ അത് പാകിസ്ഥാനിലും കൂടി ആയതുകൊണ്ട് എന്തായാലും ജയിക്കണം എന്നുള്ളൊരു വാശിയുണ്ട്. അത് ഫൈനലും ഇന്ത്യയുടെ മാച്ചൊന്നും പാകിസ്ഥാനിലല്ല കളിക്കുന്നുണ്ടെങ്കിലും അത് ജയിക്കാനുള്ളൊരു വാശിയുണ്ട്. അത് കാരണം ടീമിൽ വലിയ മാറ്റം വരുത്തുന്നില്ല. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രണ്ടുപേരും എനിക്ക് തോന്നുന്നില്ല 27 ലോകകപ്പിൽ ഉണ്ടാവുമെന്ന്. പക്ഷേ ഈ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ അവരുണ്ട്. അത് കാരണം ഇപ്പോൾ ഈ സ്ക്വാഡിലും അവർ ഇനിയും അധികം കളി ബാക്കിയില്ലാത്തത് കാരണം അവരെ എടുക്കാതെ ഒരു നിവൃത്തിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന് എവിടെ ഒരു സ്ലോട്ട് ഉള്ളതെന്നുള്ളൊരു ചോദ്യം വരും. നമുക്ക് പിന്നെ പൊതുവിൽ ഇതൊരു എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഈ നോർത്ത് ഇന്ത്യൻ ലോബിയാണ് സഞ്ജുവിനെ മാറ്റി നിർത്തുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് ക്രിക്കറ്റ്? അതിലെനിക്കൊരു യോജിപ്പില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ IPL ഏറ്റവും റണ്ണെടുത്ത ശുഭ്മൻ ഗില്ലിന് T20 ലോകകപ്പ് ടീം കയറാൻ പറ്റിയില്ല. അതേപോലെ തിളങ്ങിയ ജയ്സ്വാൾ ഒരൊറ്റ കളി സ്റ്റാർട്ട് ചെയ്തില്ല ലോകകപ്പിൽ. അപ്പോൾ ഇവരൊക്കെ വളരെയധികം പെർഫോം ചെയ്തിട്ടുള്ള കളിക്കാരാണ്. ഇപ്പോൾ സഞ്ജു മാത്രമേ പുറത്ത് നിൽക്കണുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. റിങ്കു സിങ്ങിനെ മറ്റേ T20 ടീമിലെടുത്തില്ല ലോകകപ്പിന്. അപ്പോൾ അങ്ങനെ പല കേസും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവർ എല്ലാവരും കേരളത്തിൽ നിന്നും അങ്ങനത്തെ സ്റ്റേറ്റിൽ നിന്നൊന്നും അല്ല. ചിലരിപ്പോൾ ഗില്ലൊക്കെ പഞ്ചാബിൽ നിന്ന് പല കളിക്കാരും കളിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. അവസരങ്ങളുടെ കാര്യത്തിലെ പ്രശ്നമല്ല, ഇപ്പോൾ ഈ പന്തിന് കിട്ടിയ പോലത്തെ അവസരങ്ങൾ സഞ്ജുവിന് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, പന്ത് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ പന്ത് ഏറ്റവും വലിയ സ്റ്റേജിൽ തിളങ്ങിയിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി. ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ഗാബ ടെസ്റ്റ് മാച്ചിൽ, ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ പന്ത് ഒരു പ്രൂവൺ മാച്ച് വിന്നറായിട്ടാണ് കാണുന്നത്. സഞ്ജുവിന് അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, കിട്ടിയിട്ടില്ല ചാൻസിലെന്ന് അവർ പറയും. പിന്നെ തീർച്ചയായിട്ടും ഒരു പെർസെപ്ഷൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഡൽഹിയിലത്തെ ഒരു കളിക്കാരനായാലും ബോംബെയിലത്തെ ഒരു കളിക്കാരനായാലും എന്താ വെച്ചാൽ ഒരു കോച്ച്, ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ കോച്ചിനൊന്നും ഡൊമസ്റ്റിക് കളി പോയി കാണാനുള്ള സമയമൊന്നുമില്ല. പക്ഷെ അവർക്ക് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ കേരള ആന്ധ്രയെ കളിക്കേണ്ടതല്ല കാണാൻ പോവുക. അവർ ബോംബെ ആരെയാണ് കളിക്കണം അല്ലെങ്കിൽ ഡൽഹി ആരുടെ എതിരെ കളിക്കണം എന്നൊക്കെ നോക്കിയിട്ട് ആ കളിയായിരിക്കും പോയി കാണുക. അപ്പോൾ തീർച്ചയായിട്ടും അവർ എക്സ്പോസ്ഡ് ആവേണ്ടത് അധികം അങ്ങനത്തെ കളിക്കാരായിട്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് പാകിസ്ഥാനിലാണ്, ഇന്ത്യൻ ടീം പങ്കെടുക്കില്ല എന്നാണ് ഏറ്റവും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിൽ പോയിട്ട് സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിൽ ട്രോഫി നേടിയ ഒരു കാലം ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഇങ്ങോട്ട് വരുന്നൊരു കാലം ഉണ്ടായിരുന്നു.
ഇപ്പോൾ സത്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ടെസ്റ്റ് മത്സരമൊക്കെ കളിച്ചിട്ട് എത്രയോ വർഷങ്ങളായി, ഒരു 15 വർഷം. 2007 അതെ, അത്രയും കാലമായി. സത്യത്തിൽ ഇനി അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ, ഒരു ഇന്ത്യ അങ്ങോട്ട് പോയിട്ട് കളിക്കാൻ? ഞാൻ 2 തവണ പോയി, 2004-ലും 2006-ലും പാകിസ്ഥാൻ ടൂർ ചെയ്തത്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു ജേർണലിസ്റ്റ് വിസ എന്ന് പറഞ്ഞിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടാ തരും, ഇന്ന സ്ഥലങ്ങളിലേ പോകാൻ പാടുള്ളൂ. അത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അത് അവരുടെ പത്രക്കാർ ഇവിടെ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ആ കളി നടക്കണ നഗരങ്ങളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വിസ കിട്ടുക. പക്ഷെ അതിനപ്പുറം ആർക്കും, എനിക്കറിയണ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല. കളിക്കാരും വളരെ എൻജോയ് ചെയ്ത ടൂറാണത്. അവർ മറ്റേ ഷോപ്പിങ്ങിന് പോവുക, ഭക്ഷണം കഴിക്കാൻ പോവുക, അങ്ങനെയൊക്കെ വളരെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരിതായിരുന്നു. പിന്നീട് മറ്റേ മുംബൈയിലത്തെ അറ്റാക്കും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവം മാറിയത്. ലങ്കൻ ടീമിനെതിരെ ഒരു അറ്റാക്ക്. അതെ, അതും ഉണ്ടായി. അത് കാരണം 10 കൊല്ലത്തോളം ഒരു ഫോറിൻ ടീം അവിടെ പോയി കളിച്ചിട്ടില്ല. ഇപ്പം അവർ പറയുന്നത് ഇപ്പം അതിനുശേഷം ഓസ്ട്രേലിയ പോയി കളിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ട് പോയി കളിച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമില്ലാതെ നടന്നു പോയി. പക്ഷെ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ കളിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. അത് തീർച്ചയായിട്ടും BCCIക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ. BCCI ആയാലും ICCയുടെ ടൂർണമെൻ്റാണ് ചാമ്പ്യൻസ് ട്രോഫി. അവർക്കൊന്നും ഒരു വോയിസും ഇല്ല. ഇതിൽ അവസാനം ഇന്ത്യൻ ഗവൺമെൻറ്റാണ് തീരുമാനം എടുക്കേണ്ടത്. അത് അവർ പെർമിഷൻ കൊടുക്കില്ല എന്ന് ഇപ്പം തന്നെ വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ പോകാത്തത് സത്യത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിനെ ഗുരുതരമായിട്ട് ബാധിക്കുന്നില്ല. കാരണം അവർക്ക് ആ നല്ലൊരു ടൂർണമെൻറ്റിന് ആതിഥ്യം വഹിക്കാൻ കഴിയുന്നില്ല. അതുപോലെ IPL താരങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പാകിസ്ഥാൻ ക്രിക്കറ്റിനെ ഇല്ലാതാക്കുന്നുണ്ടോ സത്യം? അല്ല, തീർച്ചയായിട്ടും അത് വലിയൊരു ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് കാരണം തന്നെയാണ് അവർ ഇത്രയും ഡെസ്പറേറ്റ് ആയിട്ട് ഈ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് തുടങ്ങിയത് 2016. എന്താ വെച്ചാൽ അല്ലെങ്കിൽ അവരുടെ കളിക്കാർക്ക് ഈ ഒരു ലെവലിൽ കളിക്കാനുള്ള സാധ്യതകളില്ല. 2008 ഒരു 6-7 പേര് കളിച്ചു IPL. സൊഹൈൽ തൻവീർ ആയിരുന്നു ഏറ്റവും വിക്കറ്റ് എടുത്തത്. പിന്നെ അഫ്രീദി, അങ്ങനെ കുറെ, മുഹമ്മദ് ആസിഫ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അപ്പോൾ ആ കളിക്കാർക്ക് ഒരു സീസണേ കിട്ടിയുള്ളൂ. എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ടാണ് മുംബൈയിൽ ഇത് നടക്കേണ്ടത്. പിന്നെ അവരുടെ കോൺട്രാക്റ്റ് ഒക്കെ പിച്ച് ചീന്തി കളഞ്ഞു. അതിനുശേഷം ഏകദേശം ഒരു 8 കൊല്ലം അവർ ഈ ലീഗില്ലാതെ, ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലൊക്കെ 1-2 പേര് പോയി കളിക്കുന്നല്ലാതെ ഇത്രയും അധികം കളിക്കാർക്ക് ഒരു കോൺട്രാക്റ്റ് ഒന്നും ഇല്ലാതെ അത് PSL വരുമ്പോഴാണ് അത് മാറിയത്. പിന്നെ ഇന്ത്യ കളിക്കാതിരുന്നാൽ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ സ്പോൺസർമാരില്ല. ഈ എല്ലാ ക്രിക്കറ്റ് ബോർഡും നിലനിൽക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ടൂർ ചെയ്തിട്ടാണ്. ആ ഒരു ടൂർ ഇല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക റവന്യൂ അതേപോലെ ഒരു 60-70% കുറഞ്ഞു കിട്ടി. അതുപോലെ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൊളിറ്റിക്കൽ ഇടപെടലുകളെ കുറിച്ച് പറഞ്ഞല്ലോ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ. അപ്പോൾ ചിലരൊക്കെ പറയുന്നത് എന്താ പറയുക, ഗംഭീറിൻ്റെ വരവ് പോലും ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നവരുണ്ട്. ഞാൻ അഭിപ്രായം ഉണ്ട് എന്നല്ല, പക്ഷെ ചിലരെങ്കിലും അദ്ദേഹം ഒരു പാർലമെൻറ്റ് അംഗമായിരുന്നു, അപ്പോൾ അദ്ദേഹത്തെ ഒരു കോച്ചായിട്ട് വരുന്നതിലൊക്കെ അങ്ങനെയൊക്കെ അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഒരു ഗംഭീറിൻ്റെ വരവിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അല്ല, അത് ഞാൻ പൊളിറ്റിക്കലായിട്ടല്ല കാണുന്നത്. ഗംഭീറിൻ്റെ വരവ് ഒരു വലിയ പ്രധാനപ്പെട്ട കാരണം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇക്കൊല്ലം IPL ജയിച്ചത്. എന്താ വെച്ചാൽ അതിന് മുമ്പ് കോച്ച് വേറെയാണ്, ചന്ദ്രകാന്ത് പണ്ഡിറ്റാണ് കോച്ച്. പക്ഷേ ഇതേ KKR ടീം കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ സീസണൊക്കെ വളരെ മോശമായിട്ട് കളിച്ചൊരു ടീമായിരുന്നു. തീരെ ഒരു യൂണിറ്റി ഇല്ല. കളിക്കാർക്ക് പ്രധാനപ്പെട്ട കളിക്കാർ, ഇപ്പോൾ ആൻഡ്രെ റസ്സലായാലും സുനിൽ നാരായൺ, ഇവർക്കൊന്നും ഒരു കോൺഫിഡൻസും ഇല്ലാതെയായിരുന്നു അവർ കളിച്ചിരുന്നത്. എന്താ വെച്ചാൽ അവർക്ക് അറിയില്ല അടുത്ത കൊല്ലം നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. ഞാൻ 2 പേരുടെയും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഗംഭീർ വന്നതോടുകൂടി ആദ്യം ചെയ്തത് ഈ 2 കളിക്കാരെയും മാറ്റി നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോഴും എൻ്റെ കണ്ണുകളിൽ നിങ്ങൾ സ്റ്റാർസാണ്, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ വിശ്വാസം കാരണം തന്നെയാണ് നാരായണും റസ്സലും ഈ സീസൺ അതുപോലെ കളിച്ചത്. അതോടെ അവരുടെ സീസൺ ആകെ മാറി. അത് ജയിച്ചത് കാരണം തന്നെയാണ് ഇപ്പോൾ ശ്രദ്ധയിൽ വന്നത്. അതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പേരുകളിൽ ഗംഭീർ ഉണ്ടായിരുന്നില്ല. VVS ലക്ഷ്മണൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്ന പേരുകൾ. അതുപോലെ ഗംഭീർ വരുമ്പോൾ പൊതുവിൽ പറയപ്പെടുന്നത് അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു സ്റ്റാർ കൾച്ചർ ഇല്ലാതാക്കുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ചും
കോഹ്ലിയും ഗംഭീറും തമ്മിൽ പോയൊരു 10 വർഷത്തിനിടയിലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് IPL മാച്ചുകളിൽ. അപ്പോൾ ഈ കോഹ്ലിയെ പോലെയുള്ള ഒരുപക്ഷെ ഗംഭീറിനേക്കാളും വലിയ താരങ്ങൾ അല്ലെങ്കിൽ സ്റ്റാറുകളായിട്ടുള്ള ടീമിനെ എങ്ങനെയാണ് ഗംഭീർ കൊണ്ടുപോകുന്നത്, എങ്ങനെയായിരിക്കും? എനിക്ക് തോന്നുന്നില്ല വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ രണ്ടുപേരും ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണം അവർ വളരെ സിമിലർ ആയിട്ടുള്ള രണ്ടാൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനത്തെ പേഴ്സണാലിറ്റി ഉള്ള രണ്ടാൾക്കാർ. അവർ എന്താ രണ്ടുപേരും ആ വെസ്റ്റ് ഡൽഹി ഒരു കൾച്ചറിൽ വളർന്ന ആൾക്കാരാണ്. ആ ഒരു സാമ്യത കാരണമാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത്. പക്ഷെ ഒരു ടീമിൻ്റെ അംഗമായിട്ട് കളിക്കുമ്പോൾ അതെനിക്ക് തോന്നുന്നില്ല ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയ 2011 ഫൈനലിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ബാറ്റ് ചെയ്തിട്ടാണ് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു പാർട്ട്ണർഷിപ്പായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്ണർഷിപ്പ് ട്രോഫി നേടുന്നതിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അതൊരു പ്രശ്നമായിരിക്കുന്നു. സ്റ്റാർ കൾച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കുറച്ച് വ്യത്യാസം വരുത്താൻ നോക്കും. എന്താ വെച്ചാൽ ഗംഭീർ അത് മുമ്പേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലോകകപ്പ് ജയിച്ചത് ധോണിയല്ല. പലരും വ്യക്തിഗത പ്രശ്നമല്ല ധോണിയുടെ ഗംഭീർ പലപ്പോഴും പരാമർശിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള അല്ല, രീതിയിൽ. അത് ധോണിയോടുള്ള വിരോധം കൊണ്ടല്ല, അത് നമ്മുടെ മീഡിയയുടെ ഒരു പ്രശ്നമാണ്. ഇത് ഒരാളെ പറ്റി ആക്കരുത്. ഒരു കളി ജയിക്കേണ്ടത് 11 ആൾക്കാരാണ്. അതിൽ 3 മെയ്ഡൻ ആദ്യം എറിഞ്ഞ് ജാഹിർ ഖാൻ തൊട്ട് മറ്റേ 35 റണ്ണെടുത്ത കോഹ്ലി വരെ എല്ലാവരും അതിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് ആ ജയത്തിൽ. അത് ഒരു ധോണിയുടെ 91 റൺ കൊണ്ടല്ല ജയിച്ചത്. അതുപോലെ നമ്മൾ ഈ സഞ്ജുവിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സഞ്ജുവിന് ഇപ്പോൾ പ്രായം കൂടിക്കൂടി വരികയാണ്. അദ്ദേഹം 29 വയസ്സായി. അദ്ദേഹം IPL ഒരു എസ്റ്റാബ്ലിഷ്ഡ് താരമാണ്. ഇപ്പോൾ ഒരു ടീമിനെ ക്യാപ്റ്റൻസി വരെ കിട്ടി. പക്ഷേ ഇന്ത്യൻ ടീമിൽ ഇനിയും അദ്ദേഹത്തിന് ഒരു സ്ഥാനം ഉറപ്പിക്കാനായിട്ടില്ല. ഇനി എന്തായിരിക്കും അദ്ദേഹത്തിന് മുന്നിലുള്ള അതിന് ആകെ ഒരു വഴിയേ ഉള്ളൂ. അതിപ്പോൾ IPL ആയാലും തിരിച്ചു പോയിട്ട് സഞ്ജുവിന് ഒരു വലിയൊരു പ്രശ്നമുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 4-5 IPL സീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശക്തമായി തുടങ്ങും. സഞ്ജു തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ഒരു 2 ആഴ്ച എല്ലാവരും സഞ്ജു സാംസനെ പറ്റി തന്നെ ആയിരിക്കും സംസാരം. അത് കേരളത്തിൽ മാത്രമല്ല, അതിപ്പോൾ സുനിൽ ഗവാസ്കർ ആയാലും ഹർഷ ഭോഗ്ലെ ആയാലും പുറമേ നിന്ന് വന്ന് സൈമൺ ഡൂൾ ആയാലും ഹുസൈൻ ആയാലും ആരായാലും സഞ്ജുവിനെ പറ്റിയിട്ടായിരിക്കും വർത്താനം. പിന്നീട് പക്ഷെ ആ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം പ്ലേ ഓഫൊക്കെ എത്തുമ്പോഴേക്കും ഫോം തീരെ പോവും. അങ്ങനെ ആയാൽ പറ്റില്ല. അതിപ്പോൾ എന്താ വെച്ചാൽ ഇത് കോമ്പറ്റീഷൻ ആരായിട്ടാണ് ജയ്സ്വാൾ, ശുഭ്മൻ ഗിൽ ഇവരൊക്കെ 800-700 റണ്ണൊക്കെ ഒരു സീസൺ എടുക്കണം IPL. അപ്പോൾ അതേ ലെവലിൽ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ധോണി വന്നതിന് ശേഷം വിക്കറ്റ് കീപ്പർമാരുടെ എണ്ണത്തിൽ ഒരു വർധന ഉണ്ടായിട്ടുണ്ടല്ലേ? മുമ്പൊക്കെ ഇന്ത്യക്ക് ഒരു വിക്കറ്റ് കീപ്പറെ കിട്ടാനില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദ്രാവിഡൊക്കെ കീപ്പിംഗ് എന്നൊരു കാലം ഉണ്ടായിരുന്നു. അതെ, ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ പൊതുവേ ലോക ക്രിക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിക്കറ്റ് കീപ്പർ ക്യാച്ച് എടുത്താൽ മാത്രം പോരാ. അത് എനിക്ക് തോന്നുന്നു ധോണിയും കൊണ്ടുവന്ന ഗിൽക്രിസ്റ്റാണ് ആദ്യം ആ മാറ്റം കൊണ്ടുവന്നത്. ഇപ്പം പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ബട്ട്ലർ, ധോണി കഴിഞ്ഞിട്ട് ബട്ട്ലർ, അങ്ങനെ കുറേ വളരെ ഭയങ്കരമായിട്ട് ബാറ്റ് ചെയ്യാൻ കഴിവുള്ള കുറേ ബ്രെൻഡൻ മക്കളം ഇവരൊക്കെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് വന്നതാണല്ലോ കുറേ പേര്.